ഹരി ഓം. ശ്രീമദ് ഭാഗവതത്തിലെ 6-ാം സ്കന്ധത്തിലെ 17-ാം അധ്യായം വായിച്ച് അർത്ഥം പറയുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 17-ാം അധ്യായം. ശ്രീശുക ഉവാച യതശ്ചാന്തർഹിതോ നന്ദഃ തസ്യൈ കൃത്വാദിശേ നമഃ വിദ്യാധരശ്ചിത്രകേതുഃ ചചാര ഗഗനേചരഃ. തതശ്ചാന്തർഹിതോ നന്ദഃ അവിടെ നിർത്തുക. പിന്നെ സ വെട്ടിയിട്ട് തസ്യൈ കൃത്വാദിശേ നമഃ വിദ്യാധര ചിത്രകേതുഃ അവിടെ 2 കുത്തിടുക. ഇശ്ച വെട്ടുക. അത് അതിന് പകരം അവിടെ ച എഴുതുക. അപ്പോൾ കേതുഹു ചചാരയാണ്, കേതുസ് ചചാര ആയത്. വിദ്യാധരശ്ചിത്രകേതുഹു ചചാര ഗഗനേചരഃ. അനന്ത യഥ ശാന്തർഹിതോ അനന്തസ്തസ്യൈ. ആദിശേഷൻ ഏത് ദിക്കിൽ മറഞ്ഞുവോ പറഞ്ഞല്ലോ. ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആ ദിക്കി നോക്കി നമസ്കരിച്ചിട്ട് ആ വിദ്യാധരനായ ചിത്രകേതു ഗഗനേചര ആകാശത്തിൽ കൂടെ സഞ്ചരിക്കുന്നവനായിട്ട് സഞ്ചരിച്ചു. സ ലക്ഷം വർഷലക്ഷാണാം അവിടെ നിർത്തുക. പിന്നെ മാ വെട്ടുക. അവ്യാഹത ബലേന്ദ്രിയഃ സ്തൂയമാനോ മഹായോഗി മുനിഭി സിദ്ധചാരണൈഃ കുലാചലേന്ദ്രദ്രോണീഷു നാനാസങ്കൽപ്പസിദ്ധിഷു രേമേ വിദ്യാധരസ്ത്രീഭിർഗാപയൻ ഈശ്വരം. രേമേ വിദ്യാധരസ്ത്രീഭിർ അവിടെ നിർത്തണം. ഗാപയൻ ഹരിമീശ്വരം. സ്തൂയമാനോ മഹായോഗി. മഹായോഗി, ആ യോഗീശ്വരൻ മഹായോഗിയായിരിക്കുന്ന ആൾ വർഷലക്ഷാണ് അനേക ലക്ഷവർഷക്കാലം അവ്യാഹത ബലേന്ദ്രിയ തടസ്സമില്ലാതെ ശരീരബലത്തോടും ഇന്ദ്രിയത്തിൻ്റെ ഒക്കെ അഭിവൃദ്ധിയോടും കൂടിയവനും മുനികളാലും സിദ്ധചാരണന്മാരാലും ഒക്കെ സ്തുതിക്കപ്പെട്ടവനായിട്ടും വിദ്യാധര സ്ത്രീകളെ കൊണ്ട് വിദ്യാധര സ്ത്രീകളെ കൊണ്ട് ഈശ്വരനായ ഹരിയെ, ഹരിം എന്ന് പറയുമ്പം ഓർത്തോണം എന്നാണ്, ഹരിയെ ഗാപയൻ കീർത്തിക്കുന്നവനായിട്ടും നാനാ സങ്കല്പസിദ്ധിഷു എല്ലാവിധ സങ്കല്പങ്ങളെയും നൽകുന്ന എല്ലാവിധ ആഗ്രഹങ്ങളെയും നൽകുന്ന കുലാചലേന്ദ്ര ദ്രോണീഷു കുലപർവ്വത ഗുഹങ്ങളിൽ രമിച്ചു. അനേക വർഷക്കാലം അങ്ങനെ കഴിഞ്ഞു ചിത്രകേതു. ഏകദാസ വിമാനേന വിഷ്ണുദത്തേന ഭാസ്വത ഗിരിശം ദദൃശേ ഗച്ഛൻ പരീതം സിദ്ധചാരണൈഃ. ഏകദാസ വിമാനേന വിഷ്ണുദത്തേന ഭാസ്വത ഭഗവാനാൽ വിഷ്ണുവിനാൽ നൽകപ്പെട്ടതും വളരെയധികം ശോഭയുള്ളതുമായ വിമാനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന അവന് എന്ത് ചെയ്തു? ഒരിക്കൽ ഗിരിശം ദദൃശേ ഗച്ഛൻ പരീതം സിദ്ധചാരണൈഃ സിദ്ധചാരണന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ശിവനെ കണ്ടു. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം കണ്ടു എന്ന് പറയില്ല, അത്രയേ ഉള്ളൂ. ആലിംഗ്യാംഗീകൃതാം ദേവീം ബാഹുനാ മുനി സംസതി ഉവാച ദേവ്യാശൃണ്വത്യാ ജഹാസോച്ചൈസ്തദന്തികെ. ജഹാസ ഉച്ചൈസ്തദന്തികെ എന്നാണ്, ഒന്നിച്ച് വായിച്ചാൽ മതി. ജഹാസോച്ചൈസ്തദന്തികെ അങ്ങനെ തന്നെ വായിച്ചോ. അത് വായിക്കാറൊക്കെ ആയി, ഇപ്പോൾ പിരിക്കാതെ തന്നെ. ആലിംഗ്യാംഗീകൃതാം ദേവീം എന്നുണ്ട് കേട്ടോ. ബാഹുന മുനി സംസതി ഉവാച ദേവ്യാ ശൃണ്വത്യ ജഹാസോച്ചൈസ്തദന്തികെ. മുനിമാരുടെ എല്ലാം സദസ്സിൽ, മുനിമാരൊക്കെ ഇരിക്കുന്ന മുനി സംസതി മുനിമാരുടെ സദസ്സിൽ അംഗീകൃതം, അങ്കി എന്നാണ്, അങ്കിയാണ്, അംഗത്തിൽ വെച്ചിരിക്കുന്ന ദേവിയെ ബാഹുന കൈകൊണ്ട് ആലിംഗനം ചെയ്തവനായിട്ടാണ് ശിവൻ ഇരിക്കുന്നത്. ദേവിയെ തുടയിൽ വെച്ച്, പാർവതി ദേവിയെ തുടയിൽ വെച്ച് ആലിംഗനം ചെയ്തുകൊണ്ടിരുന്ന മുനിമാരുമായിട്ട് സംവദിക്കുന്നു ശിവൻ ഇരിക്കുന്നത്. തദന്തിക അവരുടെ സമീപത്തിൽ ചെന്ന് ഉച്ചത്തിൽ വളരെയധികം ഉച്ചത്തിൽ ചിരിച്ചു. ഉച്ചത്തിൽ ചിരിച്ചു. ദേവി ശൃണ്വത്തെ ദേവി കേൾക്കെ ഉവാച പറഞ്ഞു. എന്നതാ പറഞ്ഞത് നമുക്ക് നോക്കാമേ. ആലിംഗ്യാംഗീകൃതാം ദേവീം ബാഹുന മുനി സംസതി ഉവാച ദേവ്യാ ശൃണ്വത്യ ജഹാസോച്ചൈസ്തദന്തികെ. ചിത്രകേതു പറയുക. എന്താണ് പറഞ്ഞത്? യേശലോക ഗുരു സാക്ഷാത്
ഇവിടെ നിർത്തുക. പിന്നെ ധർമ്മം ഭക്ത ശരീരിണാം ആസ്തേ മുഖ്യസഭായാം വൈ വരെ വേണം. പിന്നെ മിഥുനീഭൂയ ഭാര്യയാം ഏഷ അവൻ അല്ലെ അദ്ദേഹം എന്നൊക്കെ പറയുന്നു. സാക്ഷാത് ലോകഗുരു, സാക്ഷാത് ലോകങ്ങളുടെ എല്ലാം ഗുരുവായിട്ടിരിക്കുന്ന ശരീരിണം ദേഹികൾക്ക്, ശരീരം എടുത്തവർക്കായിട്ട് ധർമ്മത്തെ ഉപദേശിക്കുന്നു. സഭായാം നമ്മുടെ സഭായാം എന്ന് പറയുമ്പോൾ സഭയിൽ മുഖ്യനുമാകുന്നു. സഭയിലൊക്കെ മുഖ്യനായിട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഗുരുവായിട്ടിരിക്കുന്ന എങ്ങനെയാണ് ഇരിക്കുന്നത്, അതാണ് അദ്ദേഹത്തിന് ചിരി വന്നത്. ഭാര്യയാ മിഥുനീഭൂയ, ഭാര്യയോട് യോജിച്ച് ആസ്തയെ വസിക്കുന്നു. ഇതെന്തൊരു വിരോധമാണ് എന്നാണ് പറയുന്നത്. ജഡാധരസ്തീവ്ര തപാ ബ്രഹ്മവാദി സഭാപതി അംഗീകൃത്യ സ്ത്രീയം ചാസ്തേ ഗതഹ്രീ പ്രാകൃതോ യഥാ. ചിത്രകേതു പിന്നെയും പറയുക. ജഡാധര തീവ്ര ജഡാധര അങ്ങ് വെട്ടിയേരി. അത് നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ സ്ത്രീ എന്ന് വായിക്കാനൊരു പ്രേരണയുണ്ടാകും. കാരണം അവിടെ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. ജഡാധര തീവ്രതപ വെട്ടിക്കളഞ്ഞത് കേട്ടോ. ജഡാധര തീവ്രതപ ജഡാധര തീവ്രതപ ബ്രഹ്മവാദി സഭാപതി അംഗീകൃത്യ സ്ത്രീയം ചാസ്തേ ഗതഹ്രീ പ്രാകൃതോ യഥാ. ജഡകളെയൊക്കെ ധരിച്ചവനാണ്, തീവ്ര തപസ്സുള്ളവനാണ്, കഠിന തപസ്സുള്ളവനാണ്, വേദം എല്ലാം അറിയാവുന്നവനാണ്, സഭാക്കളുടെ എല്ലാം സഭാപതിയാണ്. ഒരു സ്ത്രീയെ മടിയിലിരുത്തി ഗതഹ്രീ ലജ്ജ ലജ്ജയില്ലാത്തവനായിട്ട്, ഗത എന്ന് പറഞ്ഞാൽ പോയത്, ലജ്ജ പോയവനായിട്ട്, പ്രാകൃതനെ എന്ന പോലെ, സാധാരണക്കാരനെ എന്ന പോലെ ആസ്തേ ഇരിക്കുകയും ചെയ്യുന്നു. അല്ല, ഇരിപ്പ് ഒരു ശരിയല്ല എന്ന് ആർക്ക് തോന്നി? ചിത്രകേതു എന്ന വിദ്യാധര പദം സിദ്ധിച്ച ചിത്രകേതുവിന് തോന്നി. അല്ലേ, ചിത്രകേതു ആരാണെന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആരാ ചിത്രകേതു? നേരത്തെ അങ്കിരസ് മഹർഷിയാൽ പുത്രനെ കൊടുക്കപ്പെട്ടു. ആ പുത്രൻ മരിക്കപ്പെട്ടു. ആ പുത്രനെ അത് കഴിഞ്ഞിട്ട് നാരദരും അങ്കിരസും കൂടെ ചേർന്ന് അദ്ദേഹത്തിന് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് 7 ദിവസം കൊണ്ട് വിദ്യാധര പതി കിട്ടിയ ചിത്രകേതുവാണ് ഈ ചിത്രകേതു. ആ ചിത്രകേതു എന്താ കണ്ടത്? സഭയിൽ ഇങ്ങനെ വിദ്യാധരന്മാരാകുമ്പോൾ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, അവർക്ക് അതിനുള്ള മാർഗ്ഗമൊക്കെ ഉണ്ട്. ആകാശമാർഗ്ഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിവനെ കാണാൻ ഇടവന്നു. ആ ശിവനെ കാണാൻ ഇടവന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടു. അത് കണ്ട് വളരെയധികം പരിഹസിച്ച് ചിരിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, വലിയ വലിയ ആളായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ ഇരിപ്പത്ര ശരിയല്ലല്ലോ എന്ന്. പ്രാകൃതാശ്ചാപി സ്ത്രീയം, വേണ്ടതാണ്, സ്ത്രീ എന്നുള്ള വാക്കിൻ്റെയാണ് സ്ത്രീയം. സ്ത്രീയെ രഹസി ബിഭ്രതി അയം മഹാവ്രതധരോ ബിഭർത്തി സദസി സ്ത്രീയം. അതായത് പ്രാകൃതന്മാർ പോലും സ്ത്രീകളുമായിട്ട് ഇടപെടുന്നത് വളരെ രഹസ്യമായിട്ട് ഏകാന്തത്തിലാണ്. ഇത് ഒരു നാണവുമില്ലാതെ ഇത്രയും അറിവുള്ള ആൾ, മഹാവ്രതധരനായ ബ്രഹ്മചാരിയായ ഇദ്ദേഹം ഈ സ്ത്രീയെ സദസ്സിൽ ഇങ്ങനെ മടിയിലിരുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇരിപ്പ് ശരിയല്ലല്ലോ എന്ന് വീണ്ടും പറയുക. പ്രാകൃതന്മാർ പോലും ചെയ്യാത്ത കാര്യം ഇദ്ദേഹം എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞു. ശ്രീശുകോ ശുകൻ്റെ അഭിപ്രായമാണ്. ഭഗവാനപി തശ്രുത്വ പ്രഹസ്യ അഗാധധീ നൃപ. ഭഗവാനപി തശ്രുത്വ പ്രഹസ്യ അഗാധധീർ നൃപ. അഗാധധി എന്നാണ് വാക്ക് കേട്ടോ. പ്രഹസ്യ അഗാധധീർ, ഒപ്പം ഒന്നിച്ച് വായിക്കുമ്പം പ്രഹസ്യാഗാധധീർ നൃപ. ആ പ്രഹസ്യാഗാധധീർ എന്ന് കഴിഞ്ഞൊന്ന് നിർത്തിക്കോ, എന്നിട്ട് നൃപ എന്ന് വായിച്ചാൽ മതി. തൂഷ്ണീം ബഭൂവ സദസി സഭ്യാശ്ച തദനുവ്രതാഹ എന്ന് വായിച്ചോണം. അപ്പോഴാ ഒരു മാത്രമേ അവിടെ കിട്ടുവേ. നൃപ, ഹേ രാജൻ, അഗാധധീ, ഗംഭീരമായ ആശയങ്ങളൊക്കെ ഉണ്ട്. ബുദ്ധി, ആ ആശയങ്ങളും ബുദ്ധിയുമൊക്കെ ഉണ്ട്. ഭഗവാനുമാണ്. തശ്രുത്വം, അതിനെ കേട്ടിട്ട് പ്രഹസ്യ, ചിരിച്ചിട്ട്, തൂഷ്ണീം ബഭുവ, മൗനമായിട്ടിരുന്നു. ഭഗവാനൊന്നും പറഞ്ഞില്ല അത് കേട്ടിട്ട്. സദസ്സിൽ സഭ്യന്മാരായിട്ടിരിക്കുന്നവരും സഭ്യന്മാരും തദനുവ്രത, ഭഗവാനെ അനുസരിച്ചു. അവിടെ ഇരിക്കുന്ന മറ്റുള്ളവരതിനെ ഭഗവാൻ ചെയ്തത് എന്താണോ അതുപോലെ തന്നെ അവരും ചെയ്തു.
ഇത്യ ഇത്യതത് വീര്യവിദുഷി ഇത്യതത് ഇതി അതത് വീര്യവിദുഷി ബ്രുവാണേ ബഹു അശോഭനം എന്നാണ് ബഹു അശോഭനം വന്നത്. രുഷാഹ ദേവീധൃഷ്ടായ നിർജിതാത്മാഭിമാനിനെ. ഇങ്ങനെ ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം അതത് വീര്യവിദുഷി ഭഗവാന്റെ വീര്യത്തെ അറിയാത്ത അവൻ. ആര്? ചിത്രകേതു. ഭഗവാന്റെ അതായത് മഹാദേവൻ്റെ വീര്യത്തെ മനസ്സിലാകാത്തതായ ചിത്രകേതു അത്യന്തം അമംഗളവാക്യത്തെ പറഞ്ഞപ്പോൾ ധൃഷ്ടായ ശങ്കയില്ലാത്തവനും നിർജിതാത്മാഭിമാനേന ആത്മാവിനെ ജയിച്ചവൻ എന്ന് അഭിമാനിക്കുന്നവനുമായ അവനോട് രുഷാ ദേഷ്യത്തോടുകൂടി ദേവി കണ്ടോ, പാർവതീദേവി പറഞ്ഞു. എന്നുള്ള വാക്ക് എപ്പോഴും ഓർത്തോണം, പറഞ്ഞു എന്നാണ്. പറഞ്ഞു. ഭഗവാൻ എന്ത് ചെയ്തു? മൗനം അവലംബിച്ചു. അവിടെ ഇരുന്ന് ബാക്കിയുള്ളവർ എന്ത് ചെയ്തു? മൗനം അവലംബിച്ചു. പക്ഷേ ദേവിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് നമുക്കാണല്ലോ ഇങ്ങനെയല്ലേ. ആണുങ്ങളൊക്കെ ചിലപ്പം പോട്ടെ നോക്കാം, അവൻ്റെ ബോധക്കുറവ് കൊണ്ടാണെന്ന് നോക്കാം. നമ്മൾ പക്ഷേ ഒട്ടും വിട്ടുകൊടുക്കുകയില്ല. ഉടനെ നമുക്ക് ദേഷ്യം വരും, എന്തെങ്കിലും പറയും. പക്ഷെ ദേവി പറയുന്നത് നമ്മൾ പറയുന്ന പോലെ അല്ല. ആകപ്പാടെ പ്രശ്നമായി. ഇപ്പോൾ പറയുന്ന കേൾക്കാം. ഇത്യതദ്വീര്യ വിദുഷി ബ്രുവാണേ ബഹു അശോഭനം രുഷാഹ ദേവി ധൃഷ്ടായ നിർജിതാത്മാഭിമാനിനെ. അങ്ങനെ ദേവി പറഞ്ഞു. പാർവതി ഉവാച അയം കിമധുനാ ലോകേ ശാസ്താദണ്ഡധരപ്രഭോ അസ്മദ് വിധാനാം ദുഷ്ടാനാം നിർലജ്ജാനാം ച വിപ്രകൃത്. അതാണ്, അതിനകത്ത് തിരുത്താനൊന്നുമില്ല. നിർലജ്ജാനാം ലജ്ജയില്ലാത്തവനും ദുഷ്ടന്മാരുമായ അസ്മദ് വിധാനം ഞങ്ങളെപ്പോലെയുള്ളവരുടെ ശാസ്ത എന്ന് പറഞ്ഞാൽ ശാസിതാവ്, ദണ്ഡധര ദണ്ഡിക്കാൻ അർഹനായവർ, അധികാരിയുള്ളവന്, വിപ്രകൃത വിരോധത്തെ ആചരിക്കുന്നവനുമായ പ്രഭുഹോ സമർത്ഥനായ ലോകത്തിൽ അധുന ഇപ്പോൾ ഇവനാണോ ഞങ്ങളെയൊക്കെ ഭരിക്കാൻ വന്നവൻ എന്ന് ഒറ്റ നമുക്ക് പറയാം. ദേവി ഇത്രേ പറഞ്ഞു. ഇവൻ എവിടുന്ന് വന്നിപ്പം? ഇത് ഞങ്ങളെയൊക്കെ ഇത്രയും ബോധവും വിവരവും ഒക്കെ ഉള്ള ഞങ്ങളെ ഒരു നാണവും മടിയും കൂടാതെ ഭരിക്കാനായിട്ട്, ശാസിക്കാനായിട്ട്, ശിക്ഷ വിധിക്കാനായിട്ട് ഇവൻ എവിടുന്ന് വന്നു എന്ന് ദേവി ചോദിച്ചു. ന വേദധർമ്മ കില പത്മയോനിർ ന വേദധർമ്മം കില പത്മയോനിർ ന ബ്രഹ്മപുത്ര ഭൃഗുനാരദാദ്യ ന വൈ കുമാര കപിലോ മനുശ്ച യേ നോ നിഷേധന്ത്യതിവർത്തിനം ഹരം. ബ്രഹ്മാവ് പത്മയോനി എന്ന് പറഞ്ഞാൽ പത്മത്തിൽ നിന്ന് ജനിച്ചവനായ ബ്രഹ്മാവ്, ബ്രഹ്മപുത്രന്മാരായ ഭൃഗു, നാരദര്, സനത്കുമാരന്മാർ, കപിലന്, മനുവിലാണ് അന്യോന്തരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ അധിപനായിരിക്കുന്ന മനു. അവരും ധർമ്മത്തെ അറിയുന്നില്ല. അറിയുന്നില്ല. വേദ എന്ന് പറഞ്ഞാൽ അറിവ്, ബുദ്ധി അറിയുന്നില്ല. ബുദ്ധിയല്ല, അറിവ്. യാതൊരുത്തൻ അതിവർത്തിനം അതിക്രമശീലനായ ഹരനെ നോ നിഷേധിക്കുന്നുമില്ല അവരാരും. ഇവനിവിടുന്ന് വന്നിപ്പം പുതിയതായിട്ടൊരാൾ. യേഷാമനുധ്യേയ പദാബ്ജയുഗ്മം ജഗദ്ഗുരും മംഗളം സ്വയം ക്ഷത്രബന്ധു പരിഭൂയ സൂരീൻ പ്രശാസ്തി ദൃഷ്ടസ്തദായം ഹി ദണ്ഡ്യഃ. എന്നോട് വായിക്കാമേ. യേഷാമനുധ്യേയ പദാബ്ജയുഗ്മം ജഗദ്ഗുരും മംഗളം സ്വയം യക്ഷത്രബന്ധു പരിഭൂയ സൂരീൻ പ്രശാസ്തി ദൃഷ്ടസ്തദയം ഹി ദണ്ഡ്യഃ. യേഷാം ഇവർക്ക് അനുധ്യേയ പദാബ്ജ യുഗ്മം നിരന്തരം ധ്യാനയോഗ്യമായ പാദങ്ങളോട് കൂടിയവനും ജഗദ്ഗുരുവും സ്വയം തന്നെ സ്വതേ മംഗളസ്വരൂപനുമായ ആ ദേവനെ ക്ഷത്രബന്ധു അധമനായ യാതൊരുവൻ സുരീൻ പണ്ഡിതന്മാരെ സുരീൻ എന്ന് പറഞ്ഞാൽ സൂരികൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരെ സൂരികൾ പണ്ഡിതന്മാരെ പരിഭൂയ തിരസ്കരിച്ചിട്ട് അവരെ ശാസിക്കുന്നുവോ അതുകൊണ്ട് ഇവൻ ദൃഷ്ട നിർലജ്ജനാണ്, ദണ്ഡ്യനുമാണ്. എന്ന് വെച്ചാൽ അവന് അടി കിട്ടാൻ അർഹനുമാണ് എന്നാണ് പറഞ്ഞത്.
നായമർഹതി വൈകുണ്ഠപാദമൂലോപസർപ്പണം. നായമർഹതി വൈകുണ്ഠ കഴിഞ്ഞൊരു ചെറിയ പോസ് എടുക്കാം, പക്ഷേ അതൊന്നിച്ചാണ് വൈകുണ്ഠപാദമൂലോപസർപ്പണം എന്നാണ്. പക്ഷേ പാദ കഴിഞ്ഞ് വൈകുണ്ഠ കഴിഞ്ഞൊരു 8 അക്ഷരമാകും അവിടെ. പക്ഷെ പൂർണ്ണമായി നിർത്തരുതേ, കാരണം അതൊന്നിച്ചുള്ളതാണ്. അതുകൊണ്ട് നായമർഹതി വൈകുണ്ഠ പാദമൂലോപസർപ്പണം സംഭാവിതമതി സ്തബ്ധ സാധുഭി പര്യുപാസിതം. സാധുക്കളാൽ സാധനം സേവിക്കപ്പെടുന്ന വൈകുണ്ഠ പാദമൂലോപസർപ്പണം, വൈകുണ്ഠത്തിലിരിക്കുന്നവൻ്റെ പാദമൂലം അതിനെ പ്രാപിക്കാൻ, അതായത് മോക്ഷത്തെ പ്രാപിക്കാൻ സംഭാവിതം അതി ഉത്തമൻ എന്ന ഭാവത്തോടു കൂടിയവനും സ്തബ്ധ വളരെ ഗർവിഷ്ഠനുമായ ഇവൻ അർഹതി അത് അർഹിക്കുന്നില്ല. അതിന് അർഹനായിട്ടാണല്ലോ ഇവനിപ്പം വന്നിരിക്കുന്നത് ഇവിടെ. പക്ഷെ അത് അവന് നാരായണ പാദ അരവിന്ദം പ്രാപിക്കാൻ ഇവൻ യോഗ്യനല്ല, മോക്ഷത്തിന് ഇവൻ യോഗ്യനല്ല. എന്തുകൊണ്ടെന്നാൽ ഇവൻ തന്നെത്താൻ ഉത്തമനെന്ന് വിചാരിച്ച്, ഞാൻ വലിയ കേമനാണെന്ന് വിചാരിച്ച് ഗർവിതനാകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. ഞാനെല്ലാം കേമനാണ്, ഞാൻ മാത്രമേ കേമനുള്ളൂ. അങ്ങനെയാണ്, ഞാൻ കേമനാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നോട്ടെ, പക്ഷെ ഞാനേ ഉള്ളൂ മിടുക്കൻ, ഞാൻ ഏറ്റവും മിടുക്കിയാണ്, എല്ലാത്തിലും നിന്നും ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതെല്ലാം ഭംഗിയാണ് എന്ന് വിചാരിക്കുന്നത് ഞാൻ മാത്രമാണ് ചെയ്യുന്നത് ശരി എന്ന് വിചാരിക്കുന്ന ആ ഒരു ആൾക്കുള്ള ഒരു കൊട്ടാണിത് കേട്ടോ. ദേവിയാണ് പറയുന്നത്, നമ്മളാരുമല്ല. ഭഗവാനാണ് പിന്നെ പറയാം പുരുഷപക്ഷമാണ്, ഇത് ദേവി തന്നെ പറയുന്നു. അപ്പോൾ നമ്മളോട് കൂടിയാ ദേവി പറയുന്നത്. ആരാണേലും ഒരു താഴ്മ എപ്പോഴും നല്ലതാണ്. ഞാൻ വലിയ കേമനാണെന്ന് വിചാരിച്ച് ഇവനെ വിദ്യാധരനാക്കിയത് കൊണ്ടാണല്ലോ ഇവനിവിടെ വന്നിത് പറയാൻ ഇടയാക്കിയത്. മോക്ഷപ്രാപ്തിക്ക് അർഹനായിരുന്നു, അതുകൊണ്ടാണ് ആ മനുഷ്യനേക്കാളിൽ ഒരു പടിയും കൂടെ മുകളിലുള്ള വിദ്യാധര പദവി കിട്ടിയത്. നാരദനാലും അങ്കിരസാലും ഒക്കെ ഉപദേശിക്കപ്പെട്ട് പഠിപ്പിച്ചെടുത്ത് അവനെ 7 ദിവസം കൊണ്ട് വിദ്യാധര പദവി കിട്ടിയ ഇവന്, പക്ഷേ ഇതിന് അർഹനല്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ പെട്ടെന്നുള്ള ഈ എളുപ്പമാർഗ്ഗത്തിൽ ക്രിയ ചെയ്യുക എന്നുള്ള പറഞ്ഞ പോലെ ആ എളുപ്പമാർഗ്ഗം പല കാര്യത്തിലും നമ്മൾ ഇതുപോലത്തെ കഥകളിൽ വായിക്കുമ്പോൾ ഭാഗവതമാവട്ടെ ഏത് പുരാണ ഗ്രന്ഥമാവട്ടെ എളുപ്പത്തിൽ കിട്ടുന്ന എന്തും അത് പ്രയോജനപ്പെടാറില്ല, പെട്ടെന്നത് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. കാരണം അത് ആ സിദ്ധി കിട്ടുന്നത് കുറേശ്ശെ നമ്മൾ ആ പകുതി പടി കയറി മുകളിൽ ചെല്ലുന്നതും റോപ്പ് വൈക്കോടി ചെല്ലുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പം നമ്മളുടെ ആ ഓരോ പടി കയറുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് പോകുന്നത്. അപ്പം ഏറ്റവും മുകളിലത്തെ പടി എത്തുമ്പോൾ നമ്മുടെ അഹങ്കാരം മുഴുവൻ പോയിട്ടുണ്ടാകും. കാരണം ആദ്യത്തെ പടി ചവിട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ, ഞാൻ നിഷ്പ്രയാസം മുകളിൽ എത്തിക്കോളും, ആദ്യത്തെ പടിയേ ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വിചാരം ഇതുപോലെ തന്നെയല്ലേ ഇനി ബാക്കിയുള്ള പടികളും. പക്ഷെ കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായി തുടങ്ങുന്നത് ഇതല്ല. അപ്പോൾ ഏറ്റവും മുകളിലെത്തുമ്പോൾ നമ്മളുടെ മനസ്സിൽ എന്താണ്, നല്ല ശുദ്ധ മനസ്സായി, എന്നാൽ എന്നെക്കൊണ്ട് സാധ്യമല്ലാത്ത എന്തോ സാധിച്ചെടുത്തു എന്ന് നമുക്കൊരു തോന്നൽ അപ്പോഴേ വരുള്ളൂ. അപ്പം നമുക്ക് തോന്നും ഇതൊന്നും ഈ കടന്നു പോയതെല്ലാം വെറുതെയാണ്, ഇനിയും നമ്മൾ അറിയാനുണ്ട് എന്നൊരു തോന്നൽ വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേവി. അപ്പോൾ എന്ത് ചെയ്തു ദേവി? ശ്രീ ശുഗോവാച ഏവം ചിത്രകേതുർ ശപിച്ചു. ഏവം ശബ്ദ ചിത്രകേതുർ ഇശ്ചിന്ന് കൊണ്ട് അത് ഇശ്ച എഴുതാതെ ശബ്ദ ചിത്രകേതുർ എന്ന് വായിച്ചാൽ മതി നിങ്ങളെ. ഇശ്ച വിട്ടിട്ട് ഏവം ശബ്ദ ചിത്രകേതുർ കോമ ഇടുക. വിമാനാദ അവരുഹ്യസഹ പ്രസാദയാമാസ സതീന്ന് നീട്ടുണ്ട്. മൂർധ്ന നമ്രേണ ഭാരത. അതിനിടയ്ക്ക് ഒരു ലൈൻ വിട്ടുപോയി, അത് ഞാൻ ഇത് കഴിഞ്ഞു, ശാപം കഴിഞ്ഞല്ലോ എന്ന്. 15ാമത്തെ ശ്ലോകം എടുക്കണേ. അത പാപീയസീം യോനിം എന്നാക്കുക. അത പാപീയസീം യോനിം എന്നേ യോനിയും നില യോനിം എന്നിട്ട് മാ വെട്ടിയിട്ട് ആസുരേം യാഹി ദുർമതേ യഥേഹ ഭൂയോ മഹതാം ന കർത്ത പുത്രകിൽബിഷം. അതുകൊണ്ട് എന്താ ദുർബുദ്ധി ഉള്ളവനെ അല്ലേ മകനെ പിന്നെ വിളിക്കുക പുത്ര എന്ന് വിളിച്ചു. മഹാന്മാരുടെ നേരെ കിൽബിഷം പാപത്തെ ഭൂയ ചെയ്തു നീ. രണ്ടാമത് യഥാ ന കർത്ത ഏതു വിധമായാൽ ചെയ്യുകയില്ലയോ തഥാ അപ്രകാരം പാപിയസീം അധികം പാപമുള്ളതായ ആസുരീം യോനി ആസുരം ബുദ്ധിയുള്ള ആസുര സ്വഭാവമുള്ള യോനിയിൽ
ആസുരീയമായ യോനിയിൽ, അതായത് ഗർഭപാത്രത്തിൽ യാഹി പ്രാപിച്ചാലും. അപ്പോൾ ആ വിദ്യാധരനുള്ള ആ ഗതി മാറിയിട്ട് ഒരു അസുര യോനിയിൽ നീ പിറക്കട്ടെ എന്ന് ശപിച്ചു. അതുകൊണ്ട് ഹേ ദുർബുദ്ധിയുള്ള പുത്ര, ഇനിമേൽ മഹാന്മാരുടെ നേരെ ഇങ്ങനെ അതിക്രമം പാടില്ല. ആകുവാനായി നിന്നെ ഞാൻ ഒരു ചെറിയ ശിക്ഷ തന്നു വിടുന്നു. പാപികൾക്ക് ജനിക്കാൻ യോഗ്യമായ, പാപികളായിട്ടുള്ളവർ ജനിക്കുന്നത് അസുരയോനിയിൽ, അവിടെ പോയി നീ ജനിക്കുക എന്ന് പറഞ്ഞു. ഏവം ശബ്ദ ചിത്രകേതുർ വിമാനാദവരുഹ്യസഹ പ്രസാദയാമാസ സതീം മൂർധന നമ്രേണ ഭാരതകുലത്തിൽ ജനിച്ച ആ രാജശ്രേഷ്ഠൻ ഇപ്രകാരം ശപിക്കപ്പെട്ട ആ ചിത്രകേതു വിമാനത്തിൽ നിന്നിറങ്ങി ആ പാർവതീദേവിയെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞതെന്ന് കൂടെ നോക്കാം. പ്രതിഗൃഹാമി തേ ശാപം നാക്കിയോ ആത്മനോഞ്ജലിന അംബികെ, മാ വെട്ടിയിട്ട് ആത്മനോഞ്ജലിന അംബികെ, ആത്മന അഞ്ജലിന അംബികെ, ആത്മന അഞ്ജലിനാം അഞ്ജലിന അംബികെ എന്നാണ്. അംബികെ അല്ലയോ മാതാവേ, തേ അങ്ങയുടെ ശാപത്തെ ആത്മന അഞ്ജലിന, ഞാൻ 2 കൈകളും കൂപ്പി അത് സ്വീകരിക്കുന്നു, 2 കൈ കൊണ്ട് സ്വീകരിക്കുന്നു. അഞ്ജലി എന്ന് പറഞ്ഞാൽ 2 കൈകളും കൂപ്പി നിൽക്കുന്ന, അതുപോലെ 2 കൈകളിലും ഞാനത് സ്വീകരിക്കുന്നു. ഏത് ശാപം? പ്രതിഗൃഹാമി ദേവൈർ മർത്യായ യത് പ്രോക്തം പൂർവദിഷ്ടം ഹി തസ്യ തത്. അത് ദേവന്മാരാൽ മനുഷ്യനായിക്കൊണ്ട് യാതൊന്ന് പറയപ്പെട്ടുവോ അത് അവൻ്റെ പൂർവകർമ്മഫലമാകുന്നു എന്ന് പറഞ്ഞ് ആ ശാപത്തെ സ്വീകരിക്കുക. അതുകൊണ്ട് അങ്ങ് നിന്തിരിവടി ചെയ്ത ശാപത്തെ ഞാൻ 2 കൈ കൊണ്ട് സ്വീകരിക്കുന്നു. ദേവന്മാരാൽ മനുഷ്യരെ ഉപദേശിച്ച് പറയപ്പെടുന്നത് മനുഷ്യരുടെ ജന്മാന്തര കർമ്മഫലമാണ്. അതുകൊണ്ട് ദേവന്മാർ മനുഷ്യരെ വെറുതെ ശപിക്കുകയില്ല. അപ്പം നമ്മൾ ഓരോ ദുഃഖങ്ങൾ വരുമ്പോഴോ നമുക്ക് ഒരുപാട് എന്നുവെച്ചാൽ തീവ്രമായ പ്രശ്നങ്ങൾ, നമ്മൾ തീവ്രമായ ഒരു ഇതിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ ഓർത്തോളുക, ഇത് പൂർവാന്തരം ജന്മങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു എന്തിൻ്റെയോ ഒരു ശാപം നമ്മൾ അനുഭവിച്ച് തീർക്കുകയാണെന്ന്. അതുകൊണ്ട് അവർ വെറുതെ ശപിക്കുകയില്ല. എന്തെങ്കിലും ഒരു കാര്യം നമ്മളിൽ നിന്നുണ്ടായിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ട് അവർ ശപിക്കുന്നത് എന്നങ്ങ് പറയുക. ദേവന്മാർ വെറുതെ ശപിക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യർക്ക് കിട്ടാൻ അവകാശപ്പെട്ടതായിട്ടുള്ള സദ്ഫലത്തെയോ അസദ്ഫലത്തെയോ നല്ല ഫലവും ചീത്ത ഫലവും ദേവന്മാർ നിഗ്രഹങ്ങളായിട്ട്, അനുഗ്രഹവും രണ്ട് എതിർപദങ്ങളാണ്. അവർക്ക് ഗുണവും ദോഷവും അവർക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അനുഭവിക്കാൻ അവകാശപ്പെട്ട ആ ശാപത്തെ ഞാൻ സ്വീകരിക്കുന്നു. അവിടെ ശാപമോക്ഷം ചിത്രകേതു ആഗ്രഹിക്കുന്നേ ഇല്ല. ഒന്നാമത്തെ ചിത്രകേതു കഴിഞ്ഞ ജന്മത്തിലെ സുഹൃതവും ദുഷ്കൃതവും കൊണ്ട് പുത്രന്മാരില്ലാത്ത അവസ്ഥയിലായിരുന്നു. അതിനെ വഴക്ക് പിടിച്ച് ദേവന്മാരെയൊക്കെ പ്രീതിപ്പെടുത്തി അങ്കിരസനെയൊക്കെ പ്രീതിപ്പെടുത്തി എങ്ങനെയോ ഒരു പുത്രനെ ലഭിച്ചു. പക്ഷേ പുത്രഭാഗ്യമില്ലാത്ത അദ്ദേഹം വലിച്ചു പിടിച്ച് നേടിയ ആ പുത്രനുണ്ടായ അവസ്ഥ, പുത്രൻ ഉള്ള അവസ്ഥയെ അതിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് കുറച്ച് നാളേ കഴിഞ്ഞുള്ളൂ. പെട്ടെന്ന് തന്നെ അത് ഇല്ലാതായി. കിട്ടിയെന്ന് വെച്ചാൽ കിട്ടി, പുത്രൻ ഉണ്ടായെന്ന് വെച്ചാൽ ഉണ്ടായി. പക്ഷേ ഫലത്തിൽ അതിനെ അനുഭവിക്കാൻ യോഗം കിട്ടിയില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം വിദ്യാധര പദവി ഈ നാരദരാൽ ഉപദേശിക്കപ്പെട്ട് കിട്ടിപ്പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻ ജന്മത്തിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ദേവന്മാർ വെറുതെ ശപിക്കുകയില്ല, അതൊക്കെ ഏറ്റുവാങ്ങാനായിട്ട് ഇരിക്കുക. അതുകൊണ്ട് ഞാൻ ആ ശാപം, ദേവിയുടെ ശാപം ഞാൻ ഏറ്റുവാങ്ങാൻ, എനിക്ക് അടുത്ത ജന്മത്തിൽ ഇത് പാപമോചനം കിട്ടണം എന്ന് ആ ആഗ്രഹവും കൂടെ പറയുക. സംസാരചക്ര ഏതസ്മിൻ ജന്തുരജ്ഞാനമോഹിത ഭ്രാമ്യൻ സുഖം ച ദുഃഖം ച, അവിടെ നിർത്തണം. ഭുങ്ക്തേ സർവത്ര സർവദാ, അജ്ഞാനത്താൽ മോഹിക്കപ്പെട്ടിരിക്കുന്ന ജന്തു എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ, ഏതസ്മിൻ സംസാരചക്രേ, ഈ സംസാരചക്രത്തിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഭ്രമിക്കുന്നവനായിട്ട് എല്ലാ ദിക്കിലും സർവ്വത എല്ലാ കാലത്തും സുഖം ച ദുഃഖം, സുഖത്തെയും ദുഃഖത്തെയും പൂജിക്കുന്നു. അതിനൊന്നും എല്ലാ വാക്കുകളും നമുക്ക് പരിചിതമാണ്, ഒന്നും നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാനൊന്നുമില്ല. ഇങ്ങനെ ഈ സംസാര ചക്രത്തിൻ്റെ സ്വഭാവമില്ല, സുഖവും ദുഃഖവും മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് നമുക്ക് അതിനകത്തൊന്നും ഓരോ വ്യക്തിക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല, അത് അനുഭവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സംസാരത്തിൽ. അജ്ഞാന നിമിത്തം ആ സ്വന്തം സ്വരൂപത്തെ മറന്ന് ദേഹം എൻ്റെ ആത്മാവാണ്, ദേഹമാണ് ഞാനെന്ന്
ഉള്ള ആ മിഥ്യാഭിമാനം കൊണ്ട് ഈ പ്രാണിവർഗം ഈ ലോകത്തിലും പരലോകത്തിലും സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നു. ദേഹം ഞാനാണെന്ന് ഓർക്കുന്നതുകൊണ്ട് ദേഹമല്ല, എൻ്റെ ആത്മാവാണ്. ഈ ആത്മാവിൻ നിന്നിലും എന്നിലും ഒക്കെ ഉള്ളതാണ് എന്ന് ബോധിച്ചാൽ നിന്നിലും എന്നിലും ഉള്ളതാണെന്ന് എല്ലാവരിലും ഉള്ളതൊന്നാണ് എന്ന് ബോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ലെന്ന്. അപ്പോൾ ഇഹത്തിലും പരത്തിലും ഇനി ഈ ലോകത്തിലും പരലോകത്തിലും ദുഃഖവും മാറി മാറി അനുഭവിക്കുന്നു. അത് ഒന്ന് സുഖം മാത്രമാണോ എല്ലാവരും അനുഭവിക്കുന്നതല്ല, ദുഃഖവും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ദുഃഖവും സുഖവും മാറി മാറി വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇപ്പോൾ ചിത്രകേതു ദേവിയോട് പറയുന്നത്. അത് എനിക്ക് വേണ്ടിയിട്ടുള്ളത്, എനിക്ക് അനുഭവിക്കാനുള്ളതാണ്, അത് ഇല്ലാതെ വരാൻ സാധ്യമല്ല. നൈവാത്മാ ന പരശ്ചാപി കർത്താസ്യ സുഖദുഃഖയോ കർത്താരം മന്യതേ പ്രാജ്ഞ ആത്മാനം പരമേവ ച. നൈവാത്മാ ന പരശ്ചാപി കർത്താസ്യ സുഖദുഃഖയോ കർത്താരം മന്യതേ പ്രാജ്ഞ ആത്മാനം പരമേവ ച. സുഖദുഃഖങ്ങളുടെ കർത്താവ് ആത്മാ ന സ്യാത്, ആത്മാവല്ല. പര ച ന സ്യാത്, പരനും ആത്മാവല്ല, പരനുമല്ല, ഞാനുമല്ല, വേറെ ഒന്നുമല്ല. അപ്രാജ്ഞ, അറിവ് ഇല്ലാത്തവൻ ആത്മാവിനെയും പരനെയും കർത്താവായിട്ട് മന്യതയെ വിചാരിക്കുന്നു. ആത്മാവിനെയും പരനെയും മറ്റൊന്നിനെയും അതാണ് കാര്യമെന്ന് വിചാരിക്കുന്നു. മന്യതയെ വിചാരിക്കുന്നു. പരനെയും കർത്താവായിട്ട് വിചാരിക്കുന്നു, ആത്മാവിനെയും അന്യനെയും. അതായത് ഒരുവൻ്റെ സുഖദുഃഖങ്ങളെ കർത്തൃത്വം അവനിലോ അവൻ്റെ ശത്രുവിലോ ഇരിക്കുന്നില്ല. അവൻ്റെ ശത്രുവാണ് അത് ചെയ്തതെന്നും പറയാൻ പറ്റില്ല, അവനാണ് അത് ചെയ്തതെന്നും അവൻ്റെ ഇതുകൊണ്ടാണെന്നും പറയാൻ പറ്റില്ല. വിവേകമില്ലാത്തവൻ സുഖദുഃഖങ്ങളുടെ കർത്താവായിട്ട് തന്നെയും തൻ്റെ ശത്രുവിനെയും വിചാരിക്കുന്നു. താൻ നിമിത്തം തനിക്ക് സുഖവും ശത്രു നിമിത്തം ദുഃഖവും ഉണ്ടായി. താൻ ആയതുകൊണ്ടാണ് സുഖം ഉണ്ടായത്. ഞാൻ നിമിത്തം എനിക്ക് സുഖവും മറ്റവൻ എൻ്റെ കുഴപ്പം കൊണ്ട് എനിക്ക് ദുഃഖവും ഉണ്ടായെന്ന് വിചാരിക്കുന്നത് മൂഢലക്ഷണമാണ്. വളരെ പ്രസക്തമായൊരു പദ്യമാണത്. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ്, ഞാൻ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ സുഖം അനുഭവിക്കുന്നു, മറ്റവൻ്റെ കുഴപ്പം കൊണ്ടാണ് എനിക്ക് ദുഃഖം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ ഈ വേണ്ടാത്ത ദുർമന്ത്രവാദത്തിനുമൊക്കെ പോകുന്നത്. പിന്നെ എന്താ പറയും, ശത്രുദോഷമുണ്ട് നിങ്ങൾക്ക്, ശത്രുക്കളാൽ നിങ്ങൾക്ക് ദോഷമുണ്ടെന്ന് ആരെങ്കിലും പറയും. എന്നിട്ട് അത് ശത്രുദോഷം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വിളിച്ച് പൂജ നടത്തുകയും ഒക്കെ ചെയ്യുന്ന, ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഇടയിൽ അങ്ങനത്തെ മൂഢവിശ്വാസമുള്ളവരുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടാകത്തില്ല. കാരണം ദുഃഖവും തരുന്നത് വേറൊരുവനും സുഖം തരുന്നത് ഞാൻ എൻ്റെ സ്വന്തം ഇതുകൊണ്ടുമാണെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമല്ലേ. അത് വെറുതെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദുഃഖമെല്ലാം നമ്മുടെ ശത്രുവിൻ്റെ കുഴപ്പം കൊണ്ട് നമുക്കുണ്ടാകുന്നതാണ്. അതെങ്ങനെയാണ് അങ്ങനെ ആകുന്നത്? അങ്ങനെ എളുപ്പമാണല്ലോ അങ്ങനെ ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ. ശത്രു നമുക്കൊന്ന് ദുഃഖം തന്നെ തരുന്നു, നമ്മളെപ്പോഴും നമുക്ക് സുഖമാണ് തരുന്നതെന്ന്. നമ്മുടെ പ്രവൃത്തികൾ എവിടെയോ ഇരുന്നത് നമുക്ക് എപ്പോഴെങ്കിലുമായിട്ട് ആ വാക്ക് പ്രാധാന്യം കൽപ്പിക്കുക കേട്ടോ. നമ്മൾ ചെയ്തിട്ടുള്ള ഈ ജന്മത്തിലോ മുജ്ജന്മത്തിലോ നമ്മൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രവൃത്തികളുടെ ഫലം, ആ കർമ്മ, ലോ ഓഫ് കർമ്മ എന്ന് പറയാറുണ്ട്. ഇപ്പോഴെല്ലാവരും തന്നെ പറയുന്നൊരു വാക്കാണത്. അപ്പോൾ അത് എവിടെയെങ്കിലും വെച്ച് കിട്ടും. ഈ ജന്മത്തിൽ തന്നെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ അടുത്ത ജന്മത്തിലായിരിക്കും. അപ്പം നമ്മൾ ഓർത്തിട്ട് ഞാൻ ഈ ജന്മം വളരെ സാത്വികമായിട്ടാണല്ലോ ജീവിക്കുന്നത്, എന്നിട്ട് എനിക്ക് ദുഃഖം വന്ന് എന്താ അത് പഴയത് കടം കിടക്കുന്നത്, അതങ്ങ് തീർത്തേക്കാവുന്ന ഈശ്വരൻ വിചാരിക്കുന്നത് കൊണ്ട് ആ ജന്മത്തിൽ നമുക്കത് കിട്ടും. അത് അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ശത്രു വേറൊരാൾ വിചാരിച്ചാൽ നമുക്ക് ദുഃഖം ഉണ്ടാക്കാൻ പറ്റില്ല. തീർച്ചയാണത്. അതങ്ങ് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഞാൻ വിചാരിച്ചാൽ എനിക്ക് ദുഃഖം ഉണ്ടാക്കാൻ പറ്റുകയില്ല, സുഖം ഉണ്ടാക്കാൻ പറ്റുകയില്ല. ഞാൻ വിചാരിച്ച സുഖവും വേറെയുള്ള വിചാരിച്ച ദുഃഖവും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സുഖദുഃഖങ്ങൾ സമ്മിശ്രമാണ്. അത് ഏതവസരത്തിലാണ് ഉണ്ടാവുക എന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ദുഃഖങ്ങൾ വരുമ്പോഴാണല്ലോ. സുഖം വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലേ, ആരുടെയും ഉപദേശമൊന്നും വേണ്ട. ദുഃഖം വരുമ്പോൾ നമുക്ക് ഉപദേശങ്ങൾക്ക് ആശ്രയിക്കും, എന്തെങ്കിലുമൊക്കെ ഒന്ന് സമാധാനിക്കാനായിട്ട്. അപ്പോൾ സുഖം വരുമ്പോൾ സന്തോഷിക്കുന്നത് അതിനെ ഒന്നും നമ്മൾ കരുതുന്നേയില്ല. ഈ ദുഃഖം വരുമ്പോൾ നമ്മൾ ആ സുഖത്തിൽ സന്തോഷിച്ച കാര്യം നമ്മൾ ഓർക്കുന്നേയില്ല. നമ്മൾ ഒരിക്കലും സുഖത്തിനെക്കുറിച്ച് നമ്മൾ സ്മരിക്കുന്നില്ല. ഉണ്ടോ? സത്യമായിട്ട് നിങ്ങൾ പറയണം. സുഖം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും നാമം ചൊല്ലാറുണ്ടോ?
നമ്മൾ പറയാറ് എനിക്കൊന്ന് കുറച്ച് സാത്വികമായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹം എന്നൊരു വാക്ക് കൂടുതൽ പറയാറില്ല. ദുഃഖം വരുമ്പോൾ അത്രയും മാത്രമാണ് പറയുന്നത്. ഭഗവാന്റെ ഇച്ഛ അത് നടക്കട്ടെ എന്ന് മാത്രം വിചാരിച്ച് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ വഴിപാടുകൾ നടത്തുന്നു, ദുഃഖം മാറാനായിട്ട് പല പല കാര്യങ്ങൾ ചെയ്യുന്നു, പലരെ ആശ്രയിക്കുന്നു, അതൊക്കെ ചെയ്യും. പക്ഷേ സുഖം വരുമ്പം നമ്മളത് സ്വന്തം സുഖമായിട്ട് നമ്മുടെ കഴിവ് കൊണ്ട് നേടിയതാണെന്നാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്തിരിക്കുന്നത്. എൻ്റെ കഴിവ് കൊണ്ടാണ് എനിക്ക് ഈ സുഖം കിട്ടിയതെന്ന് ഉള്ളൊരു തോന്നലാണ്. ദുഃഖം വരുമ്പോൾ അത് മറ്റൊരാളിൻ്റെ പുറത്ത് ചാരാനാണ് എപ്പോഴും ഇഷ്ടം. ഇത്രയും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, അത് പറയേണ്ട കാര്യമില്ല. പക്ഷേ നമുക്കതാണല്ലോ ഇതിനകത്തോട്ടൊക്കെ തിരിയുന്ന വഴിയിൽ ഇതൊരു ബാധകമാണ്. ഈ സുഖദുഃഖത്തിൻ്റെ വേലിയേറ്റങ്ങൾ നമ്മളെ ബാധിക്കുന്നുള്ളത് കൊണ്ടാണ് ഒട്ടുമുക്കാൽ പേരും ആധ്യാത്മിക വഴിയിലോട്ട് തിരിയുന്നത്. അതിനോടുള്ള സ്നേഹമോ ഇഷ്ടമോ ഒക്കെ വന്നുപെട്ടാൽ പിന്നെ രക്ഷപ്പെട്ടു. കാരണം ആ റൂട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ആ റൂട്ടിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്തോഷം നമുക്ക് നിലനിൽക്കാനായിട്ട് എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ സഹായിക്കണം. അതിനകത്തോട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണോ ഒരാൾ, അതനുസരിച്ചിരിക്കും കേട്ടോ ദുഃഖവും സുഖവും. ദുഃഖം വരുമ്പോഴും അതെങ്ങനെ കണക്ട് ചെയ്യും? ഭഗവാന്റെ ഇച്ഛ അതാണ്. അപ്പോൾ എനിക്ക് ഇതിനു മുമ്പ് എത്രയെത്ര സുഖങ്ങൾ തന്നിട്ടുണ്ട് അത് നമ്മൾ കരുതുന്നില്ല. നമ്മളിപ്പം ജീവിച്ചിരിക്കുന്നത് തന്നെ, ഈ ദുഃഖം അനുഭവിക്കാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇത്രയും നാളും ജീവിച്ചിരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതും ഉണ്ടാവില്ലല്ലോ എന്നോർത്ത് സമാധാനിക്കുന്നതിന് പകരം ദുഃഖത്തിനെ തലോലിച്ച് അത് വലുതാക്കിക്കൊണ്ടിരിക്കുക. അതാ ഏകസൃജതി ഭൂതാനി ഭഗവാൻ ആത്മമായേഷാം ബന്ധം ച മോക്ഷം ച സുഖം ദുഃഖം ച നിഷ്കളഃ. അല്ല, ഒന്നുകൂടെ ഉണ്ട്. ഗുണപ്രവാഹ ഏതസ്മിൻ കശാപ. അതിന് മുമ്പത്തെ 20ാമത്തേത് ഗുണപ്രവാഹ ഏതസ്മിൻ കശാപ കോന്നു അനുഗ്രഹ കഃ സ്വർഗോ നരക കോവാ. അതൊരു വായിക്കുമ്പോൾ നമുക്കൊരു പിടുത്തം പോലെ തോന്നുമേ, കുഴപ്പമില്ല. കഃ സ്വർഗോ നരക കോവാ അവിടം വരെ. കിം സുഖം ദുഃഖമേവ ച. ഗുണങ്ങളുടെ ഈ പ്രവാഹത്തോടു കൂടിയ ഇതിൽ ശാപം എന്ത്? എന്ന് വെച്ചാൽ എന്തെന്നാണ് അർത്ഥം. വാട്ട്, വൈ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ പകരം അനുഗ്രഹം എന്ത്? സ്വർഗമെന്ത്? നരകമെന്ത്? സുഖം കിം, സുഖമെന്ത്? ദുഃഖം ഏവ കിം, അതും ഏതെന്ന്. കിം ഒക്കെ അതിനകത്ത് വിടുന്നതാണ്. കഹായൊക്കെ ദുഃഖം ഏവ കിം, ദുഃഖമെന്ത്? അതായത് സുഖ ദുഃഖാദി ഭാവങ്ങളെ അംഗീകരിച്ചിട്ട് ഈ വിധം പറഞ്ഞതിൽ പിന്നെ സുഖവും ദുഃഖാദിഭാവം തന്നെ നിരൂപിക്കാൻ നമുക്കൊന്നും തീരുമാനിക്കാൻ സാധിക്കാത്തതാണെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സത്വാദി ഗുണങ്ങളുടെ കാര്യരൂപമായിട്ട് പ്രവാഹ രൂപേണ വന്നും പോയി എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലേ, ഗത എന്ന് ആഗമോപായിനോ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുകയും ഇങ്ങോട്ട് കിടക്കുകയും അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യുന്ന അതിനെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ദുഃഖം ഇങ്ങോട്ട് വരും, അതുപോലെ തന്നെ ദുഃഖം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. സുഖം ഇങ്ങോട്ട് വരും, സുഖം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. അതുപോലെ വന്നും പോയിക്കൊണ്ടുമിരിക്കുന്ന ഗതാസൂനഗതാസൂംശ്ച എന്ന ഭഗവത്ഗീതയിൽ ഗത വന്നുകൊണ്ടിരിക്കുന്നതും പോയിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന അതിനെക്കുറിച്ച് നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. സുഖത്തിനെക്കുറിച്ച് സന്തോഷിച്ചിട്ടും ദുഃഖം വരുമ്പോൾ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. വന്നും പോയിക്കൊണ്ടുമിരിക്കുന്ന ഈ സംസാര മായാമയമാകയാൽ ശാപം, അനുഗ്രഹം, സ്വർഗം, നരകം, ദുഃഖം, സുഖം ഇങ്ങനെയെല്ലാമുള്ള എന്താണ് ആസ്പദമായിരിക്കുന്ന ഒന്നുമില്ല. അതുകൊണ്ട് അതൊന്നും തന്നെ ഉള്ളതല്ല എന്ന് മനസ്സിലാക്കുക. ഏകസൃജതി ഭൂതാനി ഭഗവാൻ ആത്മമായയ യേശാം ബന്ധം ച മോക്ഷം ച. അവിടെ നിർത്തുക. സുഖം ദുഃഖം ച നിഷ്കളഃ. നിർവികാരിയായ ഒരു വികാരവുമില്ല. നിഷ്കള എന്ന് പറഞ്ഞാൽ ഒരു കളങ്കവുമില്ലാത്ത, ഒരു വികാരവുമില്ലാത്ത ആദായ ഏകഹ. ആ ഭഗവാൻ, ഏകനായ ഭഗവാൻ ആത്മമായയ ആത്മശക്തി കൊണ്ട് ഭൂതാനി ഭൂതങ്ങളെയെല്ലാം ഇവർക്ക് ബന്ധം ച മോക്ഷം, ബന്ധത്തെയും മോക്ഷത്തെയും, ബന്ധത്തിൻ്റെ ഓപ്പോസിറ്റാണ് മോക്ഷം കേട്ടോ. ബന്ധം ച മോക്ഷം, സുഖം ദുഃഖത്തെയും എല്ലാം സൃഷ്ടിക്കുന്നു. ഭഗവാനാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത്. ന തസ്യ കശ്ചിത് ദൈത പ്രദീപോ ന ജ്ഞാതി ബന്ധുർന പരോ ന ച സമസ്യ സർവത്ര നിരഞ്ജനസ്യ സുഖേന രാഗകുത ഏവ രോഷഃ. അവിടെ തിരുത്താനൊന്നുമില്ല, എങ്കിലും ഒന്നുകൂടെ വായിക്കാം. ന തസ്യ കശ്ചിത് ദൈത പ്രദീപോ ന ജ്ഞാതി ബന്ധുർ ന പരോ ന ച സ്വഹ സമസ്യ സർവത്ര നിരഞ്ജനസ്യ സുഖേ
ന രാഗ കുത ഏവ രോഷഃ. അവന് കസ്തിതൊരുവൻ ദയിത ന പ്രിയനല്ല, പ്രദീപൻ ശത്രുവുമല്ല. പ്രദീപ എന്ന് പറഞ്ഞാൽ ശത്രു അല്ല, അല്ല. ജ്ഞാതി ന സ പിണ്ടനല്ല, ബന്ധുവല്ല. അന്യനല്ല, സ്വകീയനല്ല. അതുപോലെ നിരഞ്ജനസ്യ ഒന്നിനോടും ബന്ധപ്പെടാതെയും എല്ലായിടത്തും സർവത്ര സമസ്യ എല്ലാറ്റിലും സമനുമായിരിക്കുന്നവന് സുഖത്തിൽ രാഗമില്ല. സുഖത്തിൽ പ്രത്യേകിച്ച് വലിയൊരു സ്നേഹമൊന്നുമില്ല. രോഷ ദേഷ്യം കുത ഏവ പിന്നെ എങ്ങനെയുണ്ടാകും? രാഗമില്ല. അതുകൊണ്ട് സന്തോഷം വരുമ്പോൾ പ്രത്യേകിച്ച് അതിനോടൊരു താല്പര്യം തോന്നുന്നില്ല. അപ്പോൾ ദുഃഖം ഉണ്ടാകുമ്പോഴും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. തഥാപി തത് ശക്തി വിസർഗയേഷാം സുഖായ ദുഃഖായ ഹിതവും അഹിതവും ബന്ധായ മോക്ഷായ ച മൃത്യുജന്മനോ ശരീരിണാം സംസൃതയേവ കൽപ്പതേ. തഥാപി എങ്കിലും തത് ശക്തി വിസർഗ അവൻ്റെ ശക്തിയുടെ ഇതുകൊണ്ട് യേശാം ഇവരുടെ സുഖത്തിനായിക്കൊണ്ടും ദുഃഖത്തിനായിക്കൊണ്ടും ഹിതത്തിനായിക്കൊണ്ടും അഹിതത്തിനായിക്കൊണ്ടും ബന്ധത്തിനായിക്കൊണ്ടും മോക്ഷത്തിനായിക്കൊണ്ടും മൃത്യുജന്മനോ മരണത്തിനും ജനനത്തിനുമായിക്കൊണ്ട് ശരീരികളുടെ സംസ്കൃതിക്കായിക്കൊണ്ട് അവ കൽപ്പതേ സമർത്ഥമായിരിക്കുന്നു. ഈ മയമാണ് ഈശ്വരഭക്തിയുടെ യുടെ അംശങ്ങളായ വിദ്യ, അവിദ്യ, സത്വം, രജസ, തമസ എന്ന കാര്യസ്വരൂപമായ ഈ പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ലക്ഷണമായ കർമ്മം പ്രാണികളുടെ ദുഃഖത്തിനും സുഖത്തിനും ഹിതത്തിനും അഹിതത്തിനും ബന്ധത്തിനും മോക്ഷത്തിനും ജനനത്തിനും മരണത്തിനും അങ്ങനെയെന്ന് വേണ്ട ഈ സംസാരത്തിലുള്ള എല്ലാ വികാരങ്ങൾക്കും കാരണമായിട്ട് ഭവിക്കുന്നു. അധ പ്രസാദയേ നത്വാം ശാപമോക്ഷായ ഭാമിനി യന്മന്യസേ അസാധോക്തം മമ തത് ക്ഷമ്യതാം സതി. അധ പ്രസാദയേ നത്വാം ശാപമോക്ഷായ ഭാമിനി യന്മന്യസേ അസാധോക്തം മമ തത് ക്ഷമ്യതാം സതി. സതിന്നേ ഉള്ളൂ, സതിന്ന് നീട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഭാമിനി അല്ലയോ ശോഭനെ, ദേവിയെ വിളിക്കുന്ന അങ്ങയെ പ്രസാദിപ്പിക്കുന്നു ഞാൻ. ശാപമോക്ഷത്തിനായിക്കൊണ്ട് അല്ല കേട്ടോ. അസാധുക്തം മന്യസേയത് അസാധുവാകും വണ്ണം പറയപ്പെട്ടതായി അങ്ങ് വിചാരിക്കുന്നത് യാതൊന്നും അങ്ങ് എന്താണോ ദേവി ഉദ്ദേശിച്ചത്, അസുരയോനിയിൽ ജനിക്കാനല്ലേ പറഞ്ഞത്. ഹേ പതിവ്രതേ മമ ക്ഷമ്യത, എൻ്റെ കുറ്റത്തെ ക്ഷമിക്കണം. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു, അദ്ദേഹത്തിന് തെറ്റാണ് ചെയ്തതെന്ന് ബോധ്യപ്പെട്ടു, അതങ്ങ് ക്ഷമിക്കണം. ഞാൻ ശാപമോക്ഷത്തിനായിക്കൊണ്ടല്ല ഇതൊന്നും പറയുന്നത്. അങ്ങ് തന്നെ ഞാൻ തന്ന ആ ശാപത്തെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസാദിപ്പിക്കുക മാത്രം ചെയ്യുന്നു. ദേവിയെ വീണ്ടും നമസ്കരിക്കുന്നു. ആര്? ചിത്രകേതു. ഹരി ഓം.